പാലക്കാട് മന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ ഒരുങ്ങിയ റോഡ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനം പോലീസ് തടഞ്ഞതോടെ പ്രതിഷേധമുണ്ടായി. കാഞ്ഞിരപ്പുഴയിൽ ചിറക്കൽപ്പടി റോഡിന്റെ ജനകീയ ഉദ്ഘാടനമാണ് തടഞ്ഞത്. നാളെ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യാൻ ഒരുങ്ങിയ റോഡാണിത്. അവരാണ് ഉദ്ഘാടനം ചെയ്യുക. ടി നന്ദഗോപാൽ പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കാൻ ചേരുന്നുണ്ട്. നന്ദു, എന്താണ് ഉണ്ടായത്? നിലവിലിവിടെ പോലീസ് അല്ല ഇത്തരത്തിൽ ഈ ഒരു ഉദ്ഘാടനം തടഞ്ഞിരിക്കുന്നത്. അതായത് ഈ കാഞ്ഞിരപ്പുഴയിൽ ചിറക്കൽപ്പടി റോഡിന്റെ ഉദ്ഘാടനം നാളെ നടക്കാനിരിക്കുകയായിരുന്നു. മന്ത്രി മുഹമ്മദ് റിയാസാണ് ഇത്തരത്തിൽ ഈ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനിരുന്നത്. അതിനിടെയാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ റോഡ് ഉദ്ഘാടനം ചെയ്യാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഇവിടെ ഉണ്ടായിരുന്ന പ്രദേശവാസികളൊക്കെ ചേർന്നാണ് ഇത്തരത്തിൽ ഈ റോഡിന്റെ ഉദ്ഘാടനം മന്ത്രിക്ക് മുൻപ് തന്നെ നടത്താനുള്ള ഒരു ശ്രമം നടത്തിയത്. അതിനവർ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം ഇവർ നിരന്തരം നടത്തിയ പോരാട്ടത്തിനൊടുവിലാണ് ഈ റോഡിന്റെ ഒരു ശോചനീയാവസ്ഥ പരിഹരിച്ചതെന്നുള്ളത് ഈ ജനകീയ സമിതി പറയുന്നു. അത്തരത്തിൽ അവരുടെ പോരാട്ടത്തിനൊടുവിൽ നന്നാക്കിയ റോഡ് ഉദ്ഘാടനം ചെയ്യാൻ തങ്ങൾക്ക് തന്നെയാണ് അവകാശമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചത്. ഈ സമയത്താണ് ഇടത് അനുകൂല ഒരു വിഭാഗം ആളുകൾ ഇവിടേക്ക് എത്തുകയും ഇത്തരത്തിൽ ഒരു ഉദ്ഘാടനം നടത്താൻ സമ്മതിക്കില്ല എന്നും പറയുകയും ചെയ്തത്. ഇതോടെ ഉദ്ഘാടനത്തിനെത്തിയ സംഘവും ഇതിനെ എതിർക്കുന്ന ആളുകളും തമ്മിൽ കയ്യാങ്കളിയാവുകയായിരുന്നു. നിലവിൽ ഇവിടെ ഇപ്പോൾ പ്രതിഷേധം നടക്കുകയാണ്. ഇടത് വിഭാഗം ഒരു തരത്തിലും ഇവിടെ ഉദ്ഘാടനം നടത്താൻ സമ്മതിക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുദ്രാവാക്യം വിളിച്ച് റോഡിൽ നിൽക്കുകയാണ്. പോലീസും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏതായാലും സ്ഥലത്ത് ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പോലീസ് രണ്ട് വിഭാഗത്തിനോടും സംസാരിക്കുന്നുണ്ട്. നാളെയാണ് ഇത്തരത്തിൽ ഉദ്ഘാടനം നടക്കാനിരുന്നത്. അതിനിടെയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം ഇവിടെ ഉണ്ടായത്. ഏതായാലും ആളുകൾ ഇവിടെ ഇപ്പോഴും കൂടി നിൽക്കുന്നു എന്നുള്ളതാണ്. രണ്ട് വിഭാഗം ആളുകളും നിൽക്കുന്നുണ്ട്. ഈ ഒരു പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏതായാലും ഒരു തരത്തിലും റോഡ് ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിക്കില്ല ാണ് ഈ ഇടത് അനുകൂല ആളുകൾ പറയുന്നത്. അതേസമയം റോഡ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയവരും ഇവിടെ നിന്നും പിരിഞ്ഞു പോയിട്ടില്ല. അതായത് കാഞ്ഞിരപ്പുഴയിലെ ഈ റോഡിന്റെ ഒരു അവസ്ഥ എന്തായിരുന്നു? കാരണം ജനകീയ ഉദ്ഘാടനത്തിലേക്കൊക്കെ ആളുകൾ കടക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു നന്ദു? നേരത്തെ തന്നെ മീഡിയ വൺ ഉൾപ്പെടെ നിരവധി തവണ ഈ റോഡുമായി ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ റോഡ് താഴ്ന്ന നിലയിലായിരുന്നു. ചെറിയ മഴ പെയ്താൽ പോലും നന്നായി വെള്ളം കയറുന്ന റോഡ് പൂർണ്ണമായും ശോചനീയാവസ്ഥയിലായിരുന്നു. വാഹന ഗതാഗത യോഗ്യമല്ലാത്ത നിലയിലായിരുന്നു ഈ റോഡ് ഉണ്ടായിരുന്നത്. വർഷങ്ങളായി ഈ റോഡ് നന്നാക്കി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനിടെയാണ് ഇത്തരത്തിലൊരു സംഭവം ഇപ്പോൾ ഈ ഒരു പ്രതിഷേധത്തിനൊടുവിലാണ് ഈ ഒരു റോഡ് കിഫ്ബിയുടെ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ നവീകരിച്ച് നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഉദ്ഘാടനം നാളെ നടക്കാനിരിക്കുന്നതിനിടെയാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു പ്രതിഷേധം അല്ലെങ്കിൽ മന്ത്രിക്ക് മുൻപ് തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യും എന്നുള്ള ഒരു നിലയിൽ കാര്യങ്ങൾ എത്തിയത്.